എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 24-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കനത്ത ചൂടിനെ തുടർന്ന് കൊല്ലത്ത് നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല എന്ന് കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം. ചൂട് വർദ്ധിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവഭായത്തിനും കാരണമായേക്കാം. പകൽ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത്. ഈ സമയത്ത് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. കോവിഡ് കാലത്തെ പോലെ ഇതൊരു സെൽഫ് ലോക്ക്ഡൌൺ സമയമായി കണ്ട് അനാവശ്യ യാത്രകളും പുറംപണികളും ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. വീടിനകത്തും തൊഴിലാളികൾ വായുസഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ദാഹമില്ലെങ്കിലും വെള്ളം ധാരാളമായി കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാകുന്ന പാനീയങ്ങൾ ഒഴിവാക്കണം. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇളം നിറത്തിലുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുട നിർബന്ധമായും എടുക്കുക. പാദരക്ഷകൾ, സൺഗ്ലാസ് എന്നിവ നിർബന്ധമായും ഉപയോഗിക്കുക. പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഹൃദ്രോഗം, പ്രമേഹം, ക്യാൻസർ, ചർമ്മരോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ആൽബിനിസം ബാധിച്ചവരും പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. പൊതുപരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. പകൽ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ തുറസായ സ്ഥലങ്ങളിലെ പൊതുയോഗങ്ങൾ, കായിക പരിപാടികൾ, വിവാഹം പോലുള്ള ആഘോഷ സൽക്കാരങ്ങൾ എന്നിവ പാടില്ല. ഉത്സവങ്ങളിൽ പകൽ പൂരങ്ങൾ, ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് എന്നിവ ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ വേണം. തീപിടുത്ത സാധ്യതകൾക്കെതിരെ കരുതൽ വേണം. വളർത്തുമൃഗങ്ങൾക്കും തെരുവിലെ മൃഗങ്ങൾക്കും കുടിവെള്ളവും തണലും ഉറപ്പാക്കണം. പകൽ സമയത്ത് മേയാൻ വിടരുത്. ചൂടിൽ മൃഗങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതിനാൽ വന്യജീവികളുടെയും തെരുവ് നായകളുടെയും ആക്രമണ സാധ്യതകൾക്കെതിരെ ജാഗ്രത വേണം. പകൽ സമയത്തെ പുറംപണികൾ ഒഴിവാക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ജോലി സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഇത് കർശനമായി പാലിക്കണം. പകൽ സമയത്തെ തൊഴിലുറപ്പ് ജോലികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. ട്രാഫിക് പോലീസുകാർക്ക് കുടിവെള്ളവും തണലും ഉറപ്പാക്കണം. യൂണിഫോമിൽ ഇളവ് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലും ആംബുലൻസുകളിലും സൂര്യാഘാതം നേരിടാനുള്ള പ്രഥമ ശുശ്രൂഷ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ളവും തണലും ഒരുക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ, വ്യാപാരികൾ എന്നിവർ മുന്നോട്ട് വരണം. ക്ഷീണമോ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളോ തോന്നിയാൽ ഉടനെ വൈദ്യസഹായം തേടണം. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കണ്ടാൽ അവരെ തണലിലേക്ക് മാറ്റി ശരീരം തണുപ്പിക്കാൻ ശ്രമിക്കുകയും വൈദ്യസഹായം ലഭ്യമാക്കുകയും ചെയ്യണം. പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായാണ് നേരിട്ടു ശീലിച്ചത്. പരസ്പര സഹകരണത്തോടെ കടുത്ത വേനലിനെയും മറികടക്കാമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. കോവിഡ് കാലത്തിന് സമാനമായിട്ട് സ്വമേധയാ ലോക്ക്ഡൌൺ ആചരിക്കണം എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കനത്ത ചൂട് ആയതിനാൽ ഇഴജന്തുക്കൾ പുറത്തിറങ്ങാനും വീടുകളിലേക്ക് കയറാനും സാധ്യതയുള്ളതിനാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് വീടിനകത്തും കിടക്കുന്ന ഇടങ്ങളിലും പാമ്പുകളോ മറ്റ് ഇഴജന്തുക്കളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. പാമ്പുകടിയേറ്റ് കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ 2 കുട്ടികളാണ് മരിച്ചത്. മറ്റൊരു കുട്ടിക്ക് കടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കിടപ്പ് മുറിയിൽ നിന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചൂട് കാരണം ജനൽ തുറന്നിട്ട് ഉറങ്ങുന്നവർ ശ്രദ്ധിക്കുക. യുവതിയുടെ 3.25 പവന്റെ പാദസരം കഴിഞ്ഞ ദിവസം ജനലിലൂടെ കള്ളൻ മോഷ്ടിച്ചു. മലപ്പുറത്താണ് സംഭവം. വലതുകാലിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് ജനലിന് സമീപം മോഷ്ടാവിനെ കണ്ടത്. ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ ഏപ്രിൽ മാസം ഉണ്ടാവോ? ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. ഓർഡർ വന്നാലേ കൊടുക്കത്തുള്ളൂ. ഇല്ലല്ലേ? ഓക്കെ.
വളരെ നിരാശാജനകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ച് 2 മാസത്തേതാണ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്തത്. അത് രണ്ടും ഓരോ മാസവും 20-ാം തീയതിക്ക് മുമ്പ് വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ആ ഒരു താല്പര്യം സർക്കാരിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് ഏപ്രിൽ 23 ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ പെൻഷൻ വിഭാഗത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സർക്കാരിൽ നിന്ന് അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 27-ാം തീയതി തിങ്കളാഴ്ചക്ക് ശേഷം എന്നുള്ളതാണ്. അപ്പോൾ 27-ാം തീയതിക്ക് മുമ്പ് ആ തുക ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി വെള്ളിയാഴ്ച, ശനിയാഴ്ച ഈ ഒരു ദിവസങ്ങളിൽ ഉത്തരവ് വരികയോ അല്ലെങ്കിൽ വിതരണം തുടങ്ങുകയോ ചെയ്യുകയാണ് എങ്കിൽ അതിനു മുമ്പെല്ലാം ഉദ്യോഗസ്ഥർക്ക് അറിയിപ്പ് ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം അവർക്ക് അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി നേരത്തെ വിതരണം ചെയ്തിരുന്ന ഒരു സ്പീഡ് ഇപ്പോൾ ഇല്ല, വളരെ താമസിച്ച് പോവുകയാണ് എന്നുള്ളതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. ഇനി അപേക്ഷിക്കാത്ത ആളുകൾ സംസ്ഥാനത്ത് ഇപ്പോൾ അപേക്ഷകരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1 ലക്ഷത്തോളം അപേക്ഷകൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ ഒരു മാസം വിതരണത്തിന് സമയത്ത് അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും ലഭിക്കില്ല. നേരത്തെ ലഭിച്ചവർക്കെല്ലാം ലഭിക്കും. ആദ്യം ഫെബ്രുവരിയിൽ ലഭിച്ചു, മാർച്ചിൽ ലഭിച്ചില്ല, അങ്ങനെ കുറേ ആളുകളുണ്ട്. ആ ആളുകൾക്ക് 2000 രൂപ ഏപ്രിൽ മാസത്തിൽ ലഭിക്കും എന്നുള്ളതാണ് വിവരം. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനിയും അപേക്ഷിക്കാത്ത BPL റേഷൻ കാർഡിൽ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഉണ്ട് എങ്കിൽ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ക്ഷേമ പെൻഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മാസം ഇനി ക്ഷേമ പെൻഷൻ ഇല്ല. അടുത്ത മാസം 25-ന് ശേഷം 25 മുതൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോഴേക്കും മറ്റൊരു സർക്കാർ ആയിരിക്കും അധികാരത്തിൽ ഉണ്ടാകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള മുൻകൂട്ടി ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ആദ്യത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.